നമസ്കാരം. പ്രഭാവർമ്മ പ്രശസ്തനായ മലയാള കവിയും ഗാനരചയിതാവും മാധ്യമ പ്രവർത്തകനുമൊക്കെയാണ് പ്രഭാവർമ്മ. പക്ഷേ അതിലുപരി അദ്ദേഹം മറ്റൊരു സ്ഥാനം കൂടി വഹിക്കുന്നുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മീഡിയ സെക്രട്ടറി. മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറി പദവിയിലെത്തിയതിനു ശേഷം പ്രഭാവർമ്മയ്ക്ക് ഒരുപാട് ഒഴിവ് സമയമുണ്ടായി. അദ്ദേഹം നിരവധി കൃതികൾ എഴുതി, നിരവധി പുരസ്കാരങ്ങൾ വാങ്ങി. ഇപ്പോഴിതാ 2023 സരസ്വതി സമ്മാനിന് തിരഞ്ഞെടുത്തിരിക്കുകയാണ് അദ്ദേഹത്തെ. പ്രഭാവർമ്മയുടെ രൗദ്ര സാത്വികം എന്ന കൃതിക്കാണ് പുരസ്കാരം. 15 ലക്ഷം രൂപയും മൊമെന്റേയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. 12 വർഷങ്ങൾക്ക് ശേഷമാണ് മലയാളത്തിലേക്ക് ഈ പുരസ്കാരം എത്തുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയിലെ 22 ഭാഷകളിൽ ഏതെങ്കിലും ഒരു മികച്ച ഗദ്യത്തിനോ കവിതയ്ക്കോ നൽകുന്ന വാർഷിക പുരസ്കാരമാണ് സരസ്വതി സമ്മാൻ. ഈ പുരസ്കാരം പ്രഭാവർമ്മയ്ക്ക് കിട്ടിയതിലൊന്നും ആർക്കും യാതൊരു എതിർപ്പും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. പക്ഷേ പ്രശ്നം മറ്റൊരു കാര്യത്തിലാണ്. ഇത്രയും വർഷം മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറി ആയിരുന്ന പ്രഭാവർമ്മ എന്ത് സേവനങ്ങളാണ് ഇതുവരെ ചെയ്തത്? ഇതാദ്യമായല്ല, 3ാമത്തെ തവണയാണ് പ്രഭാവർമ്മ മീഡിയ സെക്രട്ടറി ആകുന്നത്. 1996 EK നയനാർ മന്ത്രിസഭയിലും 1ാം പിണറായി മന്ത്രിസഭയിലും ഇപ്പോൾ 2ാം പിണറായി മന്ത്രിസഭയിലും മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറി എന്ന തസ്തിക വഹിക്കാനുള്ള അപൂർവ ഭാഗ്യം പ്രഭാവർമ്മയ്ക്കുണ്ടായിട്ടുണ്ട്. 1ാം പിണറായി മന്ത്രിസഭയിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറിക്ക് പുറമെ ഒരു മാധ്യമ ഉപദേഷ്ടാവ് കൂടിയുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ രാജ്യസഭ MP ആണ്. പേര് പറഞ്ഞാൽ നിങ്ങൾ അറിയും, ജോൺ ബ്രിട്ടാസ്. ജോൺ ബ്രിട്ടാസ് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായിരുന്നു. എന്താണ് ഈ തസ്തിക കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് പിണറായി വിജയന് മാത്രമല്ല ജോൺ ബ്രിട്ടാസിനും ഇപ്പോഴും ഒരുപക്ഷെ അറിയാൻ വഴിയില്ല. പൊതുജനങ്ങൾക്ക് ഒട്ടും അറിയില്ല. എന്തായാലും 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മാധ്യമ ഉപദേഷ്ടാവായി ജോൺ ബ്രിട്ടാസിന് പകരം ആരെയും നിയമിച്ചില്ല. ഭാഗ്യം. അത്രയും പണം പൊതുഖജനാവിന് ലാഭമായല്ലോ. ദേശാഭിമാനി ഡൽഹി ബ്യൂറോ ചീഫ്, റെസിഡന്റ് എഡിറ്റർ, കൈരളി ന്യൂസ് ഡയറക്ടർ, കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളയാളാണ് പ്രഭാവർമ്മ. അതിലൊന്നും തർക്കമില്ല. പക്ഷേ ചില സംശയങ്ങളുണ്ട്. കുറച്ചു നാളുകൾക്ക് മുൻപ് ശ്രീകുമാരൻ തമ്പിയെ കൊണ്ട് കേരള ഗാനം എഴുതിച്ചതും അത് വിവാദമായതുമൊക്കെ നമ്മൾ കണ്ടതാണ്. സർക്കാരിൻ്റെ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും പറ്റുന്ന പ്രഭാവർമ്മയെ പോലെ ഒരാളുള്ളപ്പോൾ പിന്നെന്തിനാണ് പൂച്ച പെറ്റുകിടക്കുന്ന പൊതുഖജനാവിൽ നിന്ന് പണം മുടക്കി മറ്റൊരാളെ കൊണ്ട് പാട്ടെഴുതിക്കുന്നത്? അല്ല, സ്വാഭാവികമായും ആർക്കുമുണ്ടാകുന്ന ഒരു സംശയം മാത്രമാണിത്. അതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. ഇപ്പോൾ പ്രഭാവർമ്മ ഒരു കാര്യം ഉന്നയിച്ചിരിക്കുന്നതായാണ് പുറത്തു വരുന്ന വിവരം. അതായത് തനിക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്ക് വേണം എന്നാണ് പ്രഭാവർമ്മയുടെ ആവശ്യമത്രേ. ഇക്കാര്യം ഉടൻ തന്നെ മുഖ്യമന്ത്രി പരിഗണിക്കും എന്നും അറിയുന്നു. ഡെപ്യൂട്ടി സെക്രട്ടറിക്ക് തുല്യമായ ശമ്പളമായിരുന്നു 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചിരുന്നത്. ഏകദേശം 1 ലക്ഷം രൂപ. തനിക്ക് പിന്നാലെ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്ക് നൽകി ജോൺ ബ്രിട്ടാസിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിയമിച്ചതിനെതിരെ പ്രഭാവർമ്മ അന്ന് രംഗത്ത് വന്നിരുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി അടുപ്പമുള്ളവർ പറയുന്നത്. ഇതോടെ സ്പെഷ്യൽ സെക്രട്ടറിക്ക് തുല്യമായ ശമ്പളം നൽകി പിണറായി വിജയൻ പ്രഭാവർമ്മയെ അനുനയിപ്പിക്കുകയായിരുന്നു അത്രേ. ഇതോടെ അദ്ദേഹത്തിന്റെ ശമ്പളം 1.5 ലക്ഷത്തോളം രൂപയായി. ഈ തസ്തികയും ഉയർത്തി തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആക്കണം എന്നാണ് ഇപ്പോൾ പ്രഭാവർമ്മയുടെ ആവശ്യം. പ്രിൻസിപ്പൽ സെക്രട്ടറി ആകുന്നതോടെ അദ്ദേഹത്തിന്റെ ശമ്പളം ഇനിയും കൂടും. അതായത് ഏകദേശം 2.5 ലക്ഷത്തോളം രൂപ ഇതോടെ ശമ്പളം കിട്ടും. 1600 രൂപ ക്ഷേമ പെൻഷൻ കിട്ടാതെ പട്ടിണി പാവങ്ങൾ നട്ടം തിരിയുമ്പോഴാണ് സർക്കാരിന്റെ ഇത്തരം ധൂർത്ത. IAS ലഭിച്ച 25 വർഷമാകുന്നതോടെയാണ് ഒരാൾക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറി പദവി ലഭിക്കുന്നത്, അതും സീനിയോറിറ്റി പരിഗണിച്ച്. എന്നാൽ പ്രഭാവർമ്മയുടെ കാര്യത്തിൽ ഈ ചട്ടങ്ങളൊന്നും ബാധകമല്ല. പലപ്പോഴും വിവാദങ്ങൾ വിടാതെ പിന്തുടർന്നിട്ടുണ്ട് പ്രഭാവർമ്മയെ. അധികാരത്തിന്റെ ഇടനാഴിയിലിരുന്ന് കവിത എഴുതുകയും ആ സ്വാധീനം ഉപയോഗിച്ച നിരന്തരം പുരസ്കാരങ്ങൾ തട്ടിയെടുക്കുകയും ചെയ്യുന്നയാളാണ് പ്രഭാവർമ്മയെന്ന മുൻ MP സെബാസ്റ്റ്യൻ പോൾ തന്റെ ആത്മകഥയിൽ ആരോപിക്കുന്നുണ്ട്. പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള 8 വർഷങ്ങൾക്കിടയിൽ സാഹിത്യകാരന്മാർക്ക് കിട്ടാവുന്ന സകല പുരസ്കാരങ്ങളും പ്രഭാവർമ്മ നേടിയെടുത്തിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, വയലാർ അവാർഡ്, വള്ളത്തോൾ അവാർഡ്, ഉള്ളൂർ അവാർഡ്, പത്മപ്രഭ അവാർഡ്, പിന്നെ പല അവാർഡുകളും ഇത്തരത്തിൽ പ്രഭാവർമ്മ നേടിയെടുത്തിട്ടുണ്ട്. ഒടുവിലേതാ സരസ്വതി സമ്മാനം. എന്തായാലും നമ്മുടെ സർക്കാർ ഖജനാവ് കാലിയാക്കുന്നതിൽ തൻ്റേതായ പങ്ക് പ്രഭാവർമ്മയും വഹിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. യാതൊരു പ്രയോജനവുമില്ലാത്ത ഇത്തരക്കാരെ ഒഴിവാക്കിയാൽ തന്നെ ഓരോ മാസവും നല്ലൊരു തുക ലാഭിക്കാം. ഇതൊക്കെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ?